കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, തിരുവചനങ്ങൾ 14 മുതൽ. അക്കാലത്ത് ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശു മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഫരിസയരുടെയും ഹെരോദസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. ഇവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്നവർ പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു? 7 എന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മാവിൽ പുളിപ്പ് ചേർക്കുന്ന ഈസ്റ്റോ അല്ലെങ്കിൽ പുളിപ്പിക്കുന്നതിന് ഭാഗമായിട്ടുള്ള പലതും ചേർക്കുന്നത് വളരെ മോശമായിട്ട് കരുതണമെന്നില്ല. കാരണം പിറ്റേ ദിവസം അപ്പവും ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടതല്ലേ. പക്ഷേ അന്നത്തെ കാലത്ത് പുളിപ്പ് എന്ന് പറയുന്നത് ഒരു മോശം പ്രക്രിയയായിട്ട് യഹൂദർ കരുതിയിരുന്നു. നല്ലതായതിനെ മോശമാക്കുന്ന ഒരു സംഭവമാണ് പുളിപ്പ്. നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ വളിച്ചു പോകുന്നതിന് സദൃശ്യമാണത്. അപ്പം അതുകൊണ്ട് കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഫരിസേയരുടെ പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. കാരണം പുളിപ്പ് നമുക്കറിയാം, ഒരു സ്വല്പമുണ്ടെങ്കിൽ അത് ആ മാവിനെ മുഴുവനെയും പുളിപ്പിക്കും. അതിൻ്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ അത് മാറ്റിക്കളയും. എന്താണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? യഹൂദരൊരിക്കലും കാര്യമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പരിശുദ്ധമായ കാര്യങ്ങൾക്ക് പുളിപ്പുള്ള അപ്പം ഉപയോഗിച്ചിരുന്നില്ല. പെസഹായ്ക്കും ദേവാലയ സന്നിധിയിലൊക്കെ പുളിപ്പില്ലാത്ത അപ്പം, ഇത് പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്, നിർമ്മലതയെ സൂചിപ്പിക്കുന്നതാണ്. പുളിപ്പില്ലാത്ത അപ്പമാണ് അവർ പെസഹായ്ക്ക് ഉപയോഗിച്ചിരുന്നത്. പുളിപ്പിക്കാത്ത അപ്പമാണ് നമ്മൾ കുർബാനയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത്. പുളിപ്പിച്ചെടുത്ത വസ്തുക്കളൊന്നുമല്ല. അത് പണ്ട് മുതലേ പരിശുദ്ധിയുടെ ഒരു പര്യായമായിട്ട്, മായം ചേർക്കാത്ത അതല്ലെങ്കിൽ മലിനമാകാത്ത സംഭവത്തെ സൂചിപ്പിക്കുക. എന്താണ് കർത്താവ് ഇവിടെ വിവക്ഷിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ മലിനമാക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് നിങ്ങൾ ജാഗരൂകതയോടെ ഇരിക്കുവിൻ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകൾ പോകുന്നത് നമ്മുടെ പാപത്തെക്കുറിച്ചും പാപപ്രലോഭനങ്ങളെക്കുറിച്ചും അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള മലിനതയെക്കുറിച്ചാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലോട്ട് എങ്ങനെയാണ് മലിനതകൾ, അശുദ്ധമായത്, മോഹങ്ങളൊക്കെ കയറി വരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ മലിനമാക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ അകറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിവോടെ കരുതലോടെ നമ്മൾ അതിനെ ഡീൽ ചെയ്യണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്നതും മലിനമാക്കുന്നതുമൊക്കെ മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പലതരത്തിലുള്ള ചിന്താഗതികളൊക്കെയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തെ കുട്ടികളും കൗമാരക്കാരും യുവജനങ്ങളുമൊക്കെ വളരെയധികം പല പല കാര്യങ്ങളെക്കുറിച്ച് കേട്ടും പല പല കാര്യങ്ങളെക്കുറിച്ചും കൺഫ്യൂസ്ഡുമായി പോകുന്നത് ഇത്തരം കാര്യങ്ങളിലൂടെയാണ്. വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ ഭയങ്കരമായിട്ടും എതിർക്കുന്നതോ അതല്ലെങ്കിൽ അതിനെ വളച്ചൊടിക്കുന്നതുമായ പല ആശയങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ആശയവിനിമയങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ എന്ന് നമ്മൾ കരുതലോടെ ഇരിക്കണം. ഫരിസേയരെ കുറിച്ച് പറഞ്ഞപ്പോഴും കർത്താവ് ഇതാ പറഞ്ഞത്. 1 കൊരിന്തോസ് 5:8 പൗലോസ്ലീഹ പറയുന്നുണ്ട്, അശുദ്ധിയും തിന്മയുമാകുന്ന പുളിപ്പ് അത് മാറ്റി നിങ്ങൾ വിശുദ്ധിയിലേക്ക് നടക്കണമെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അശുദ്ധിയും തിന്മയുമാകുന്ന പുളിപ്പ്. വീണ്ടും ഗലാത്യ 5-ാം അധ്യായത്തിൽ പറയുകയാണ്, വഴിതെറ്റിക്കുന്ന അബദ്ധ പ്രബോധനങ്ങളാകുന്ന തെറ്റിദ്ധാരണകളാകുന്ന പുളിപ്പിനെ കുറിച്ച് നിങ്ങൾ കരുതലോടെ ഇരിക്കണം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, നമ്മൾ ടി വിയിൽ എന്തെങ്കിലും കാണുമ്പോൾ, നമ്മൾ യൂട്യൂബിലോ നമ്മൾ നെറ്റിലോ എന്തെങ്കിലും കാണുമ്പോൾ, നമ്മൾ ചില വീഡിയോകൾ കാണുമ്പോൾ, ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ,
മറ്റുള്ളവരുടെ തർക്കങ്ങളും ഭിന്നതകളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കരുതലോടെ നമ്മൾ കേൾക്കുന്നതിനെ നമ്മൾ അരിച്ചെടുത്ത് ഹൃദയത്തിലേക്ക് പോകാൻ മാത്രം അനുവദിക്കുക. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് വിശ്വാസത്തിനെതിരാണെന്നും അത് ദൈവത്തിനെതിരെയുള്ള ദൂഷണമാണെന്നും തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ബോധപൂർവം അകന്നു നിൽക്കുവാനുള്ള വിവേകം നമ്മൾ കാണിക്കണം. ചില കാര്യങ്ങൾ സഭയ്ക്കെതിരായിട്ടും വിശ്വാസത്തിനെതിരായിട്ടും നടക്കുന്ന പ്രക്രിയകളാണെന്നും പ്രത്യയശാസ്ത്രങ്ങളാണെന്നും തിരിച്ചറിഞ്ഞ് അതിനെ അകറ്റി നിർത്താനുള്ള വിവേകം നമ്മൾ കാണിക്കണം. ഇത് സംഭവിക്കാത്തിടത്താണ് ഇത്തരത്തിലുള്ള പുളിപ്പുകളെ നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ നമ്മൾ അനുവദിക്കുന്നതും അത് പിന്നെ നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്നതും തച്ചുടയ്ക്കുന്നതും പിന്നീട് നമ്മൾ ഭയങ്കരമായ ഒരു കൺഫ്യൂഷനിലേക്ക് പോകുന്നതും. ഇന്നത്തെ ആദ്യ വായനയിൽ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. വളരെ മനോഹരമായിട്ട് യാക്കോബ് ശ്ലീഹ നമ്മൾ പറയുന്ന കാര്യം എന്താ? പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. ടെംപ്ടേഷൻസ്, കർത്താവിൻ്റെ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ യാക്കോബ് ശ്ലീഹ പറയുന്നത് പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ വെറുതെ സ്വാഭാവികമായൊരു ഭാഷയിൽ ചോദിച്ചാൽ എന്തിനാണ് പരീക്ഷ? കുട്ടികളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സമയമാണ്. എപ്പോഴും ആരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് പരീക്ഷയും, അല്ലെ? പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാവരും പരീക്ഷയെയും പരീക്ഷ കണ്ടുപിടിച്ചയാളെയും ഒക്കെ ഭയങ്കരമായിട്ട് അല്ലെ വെറുക്കുകയും പിറുപിറുക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. എന്താണ് പരീക്ഷയുടെ ലക്ഷ്യം? എന്തിനാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരീക്ഷയുള്ളത്? ഒരു വ്യക്തി എത്രമാത്രം വിദ്യ അഭ്യസിച്ചു, ഒരു വ്യക്തിക്ക് എത്രമാത്രം ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ളൊരു ഉരച്ചുനോക്കലാണ് ഓരോ പരീക്ഷയും. ആ പരീക്ഷ പാസ്സാകുന്നയാൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. പരീക്ഷ പാസ്സായില്ലെങ്കിലോ വീണ്ടും അതേ പരീക്ഷയിലൂടെ കടന്നു പോകണം. ഡിഗ്രിയൊക്കെ പഠിക്കുന്നവർക്ക് ഇച്ചിരൂടെ നന്നായിട്ട് അറിയാം. ഒരു പരീക്ഷ എഴുതി അത് തോറ്റുപോയി കഴിഞ്ഞാൽ അതിന് സപ്ലിമെൻ്ററി എക്സാം പിന്നെ എഴുതണം. ആ ഒരു പേപ്പർ കിട്ടുന്നോടം വരെ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ പാസ്സാകുന്നോടം വരെ അത് എഴുതിക്കൊണ്ടിരിക്കണം. അത് എഴുതി പാസ്സായാൽ മാത്രമേ ആ ഒരു വിദ്യ അഭ്യസിച്ചുവെന്നും ഇയാൾ ക്വാളിഫൈഡ് ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. എന്തിനാണ് നമുക്ക് പരീക്ഷകൾ നൽകപ്പെടുന്നത്? പ്രിയമുള്ളവരെ, പരീക്ഷകൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നില്ല. ദൈവം പരിശുദ്ധനാണ്, ദൈവം സ്നേഹമാണ്. ദൈവം ഒരിക്കലും ആരെയും തിന്മയിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ തുറന്നു കൊടുത്തിട്ട് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്. പിന്നെ നമ്മുടെ പ്രലോഭനങ്ങളും നമ്മുടെ പരീക്ഷകളൊക്കെ എവിടെ വരുന്നു? നമ്മുടെ സ്വഭാവത്തിൽ നിന്ന്, നമ്മുടെ മോഹത്തിൽ നിന്ന്. പ്രിയമുള്ളവരെ, ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തത് മുതൽ മനുഷ്യരാശിയിൽ പാപത്തിൻ്റെ ചായ്വുണ്ട്. ജഡികാസക്തി അല്ലെങ്കിൽ കോൺക്യുപിസൻസ്, ഓരോ സമയവും പാപം ചെയ്യാനുള്ളൊരു പ്രവണത, പാപത്തിൻ്റെ സാന്നിധ്യം, പാപകരമായ മോഹങ്ങളായ സുഖങ്ങളായ പലതിനോടുമുള്ള ചായ്വ് മനുഷ്യനുണ്ട്. എനിക്ക് യാതൊരു താല്പര്യവുമില്ലാത്തൊരു സാധനത്തെ വെച്ച് എന്നെ പ്രലോഭിപ്പിക്കാൻ പറ്റില്ല. കണ്ണ് കാണാത്തൊരു വ്യക്തിയെ ആർക്കും മഴവില്ല് കാണിച്ച് പ്രലോഭിപ്പിക്കാൻ പറ്റാത്തതുപോലെ നമ്മൾ തിരിച്ചറിയണം നമ്മളെ മോഹിപ്പിക്കുന്ന, നമ്മളെ മോഹത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ ഏതൊക്കെയാണ്. ഇനി ഞാൻ ഈ പ്രലോഭനങ്ങളും പരീക്ഷകളും നേരിടുമ്പോൾ ഞാനതിനെ അതിജീവിക്കുവാനായിട്ട് ദൈവം കാത്തിരിക്കുന്നുണ്ട്. ഇത് അതിജീവിച്ച് കഴിയുമ്പോഴാണ് ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും മോഹങ്ങളെയും പരീക്ഷകളെയും ഒക്കെ എനിക്ക് നേരിട്ട് തോൽപ്പിക്കാമെന്നും കർത്താവ് എന്നിൽ കണ്ടെത്തുന്നത്. ഒരു പ്രത്യേക പ്രലോഭനത്തെ നമ്മൾ അതിജീവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് പിന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കും. പ്രലോഭകനറിയാം നമ്മളെ എവിടെ മോഹിപ്പിക്കണം, നമ്മളെ എവിടെ അടിക്കണം, നമ്മളെ എവിടെ പരീക്ഷിക്കണം, പ്രലോഭിപ്പിക്കണം എന്നൊക്കെ. നമ്മുടെ ബലഹീനമായ ഇടങ്ങളിലാണ് നമ്മൾ എപ്പോഴും പ്രലോഭിപ്പിക്കപ്പെടുന്നത്. പ്രലോഭകൻ വീണ്ടും വീണ്ടും അവിടെ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവനറിയാം നമ്മുടെ വീക്ക് സ്പോട്ടാണത്. അതിനാൽ ഈശോയിൽ പ്രിയമുള്ളവരെ, തിരിച്ചറിയുക നമ്മുടെ പരീക്ഷകൾ ഏതൊക്കെയാണ്, നമ്മുടെ പ്രലോഭനങ്ങൾ ഏതൊക്കെയാണ്. ചിലരുടെ പ്രലോഭനത്തിൻ്റെ മേഖലകൾ ലൈംഗികാസക്തിയാണെങ്കിൽ മറ്റു ചിലരുടെ പ്രലോഭനത്തിൻ്റെ മേഖലകൾ ലഹരിയായിരിക്കാം. മറ്റു ചിലരുടെ പ്രലോഭന മേഖലകൾ കോപവും ദേഷ്യവുമൊക്കെ ആണെങ്കിൽ മറ്റു ചിലർക്ക് അത് വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിരിക്കാം. മറ്റു ചിലർക്ക് അത് അഹങ്കാരം അസൂയൊക്കെ ആണെങ്കിൽ വേറെ ചിലർക്ക് അത് അലസതയായിരിക്കാം, മടിയായിരിക്കാം. വേറെ ചിലർക്ക് അത് കൊതിയായിരിക്കാം, അത്യാഗ്രഹമായിരിക്കാം. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് അവരവരുടെ മോഹങ്ങളിലാണ്. ധനസമ്പാദനത്തിനെ കുറിച്ച് യാതൊരു തരത്തിലുമുള്ള കെയർ ആൻഡ് കൺസേൺ ഇല്ലാത്തൊരു വ്യക്തിയെ കാശ് കാണിച്ച് പ്രലോഭിപ്പിക്കാൻ പറ്റില്ല. അപ്പം ഞാനും നിങ്ങളുമൊക്കെ തിരിച്ചറിയുക, എൻ്റെ പ്രലോഭനത്തിൻ്റെ മേഖലകൾ, എൻ്റെ ഉള്ളിലെ ദുർമോഹങ്ങൾ, ഞാൻ പരീക്ഷിക്കപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയാണ്.
ഇനി ആ പരീക്ഷകളെ ഞാൻ അതിജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുവാണ്. ആ പരീക്ഷകളെ ഞാൻ അതിജീവിച്ച് കഴിയുമ്പോഴത്തേക്കും ആ കൃപയിൽ ആഴപ്പെടുവാനും അടുത്തൊരു ഘട്ടത്തിലേക്ക് വിശ്വാസത്തിൽ കുറച്ചും കൂടി ശക്തിപ്പെടുവാനും ദൈവം അനുവദിക്കും. ഒരു കാര്യം നമ്മൾ ഓർക്കണം, പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രലോഭനങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രലോഭനങ്ങളില്ലെങ്കിൽ, നമ്മളെ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യമില്ലെങ്കിൽ നമ്മളൊരിക്കലും ശക്തിപ്പെടില്ല. ഞാൻ പന്ത് കളിക്കുമ്പോൾ എൻ്റെ അത്രയും പോലും പന്ത് കളിക്കാൻ അറിയാത്തൊരു കൊച്ചിൻ്റെ കൂടെയാണ് ഞാൻ പന്ത് കളിക്കുന്നതെങ്കിൽ എൻ്റെ കളി മെച്ചപ്പെടില്ല എന്ന് മാത്രമല്ല, കുറേ കൂടി മോശമായേക്കാം. പക്ഷെ ഞാൻ എന്നേക്കാളും ശക്തനായ ഒരു വ്യക്തിയോടാണ് കളിയിൽ ഏർപ്പെടുന്നതെങ്കിൽ ഞാൻ കുറേയും കൂടി കാലങ്ങൾ കഴിയും തോറും ഞാൻ എൻ്റെ കളി മെച്ചപ്പെടുത്തും. ഇതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ശക്തനായൊരു എതിരാളിയുണ്ട്. അവൻ നമ്മളെ പല ഘട്ടത്തിലും പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷകളെ അതിജീവിക്കാനുള്ള നമ്മുടെ പ്രയത്നത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും നമ്മുടെ നിസ്സഹായത മനസ്സിലാക്കുകയും കൃപയിൽ ആഴപ്പെടുകയും ഓരോ ഘട്ടത്തെയും ജയിച്ച് ഞാൻ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം ആ വിജയത്തിൻ്റെ കിരീടം എനിക്ക് തരും എന്ന് യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുവാണ്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴത്തേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ മേഖലകളിലും കർത്താവ് നമ്മളെ താങ്ങുന്നുണ്ട്, കരുണയോടെ കാക്കുന്നുണ്ട്. പരീക്ഷകളും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എൻ്റെ ഗുരുവായ, എൻ്റെ നാഥനായ എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എൻ്റെ ചാരത്തുണ്ട്. ഞാൻ നശിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കില്ല. എന്നാൽ ഏതൊരു മാതാപിതാക്കളും മക്കൾ പരീക്ഷകൾ പാസ്സാകണമെന്നും ക്വാളിഫൈഡ് ആകണമെന്നും ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ദൈവവും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എല്ലാ പരീക്ഷകളെയും തരണം ചെയ്ത് വിജയിയാകണമെന്ന്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാത്തരം പുളിപ്പുകളെക്കുറിച്ചും നമുക്ക് ബോധവാന്മാരായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.